എല്ലാവരും ജോലി ചെയ്യില്ലേ. ഇതാ ചായ കുടിക്കാൻ എന്തായാലും. ആ അവളോടെ മോളെ രാധ എവിടെ? കാണാനില്ലല്ലോ. കുട്ടികൾ അനക്കവും കേൾക്കാനില്ല. കുട്ടികളുമായിട്ട് അവരൊക്കെ അമ്പലത്തിൽ പോയിരിക്കുക, എന്തൊക്കെ എഴുതി വാങ്ങാനും ഈ എൻഗേജ്മെൻറ്റ് നടത്തില്ലേ. രാധ അവരെ കൂടെ പോയേക്കോ. അമ്മ സ്കൂട്ടിക്ക് അമ്മയ്ക്ക് തന്ന് ഒരു പ്രത്യേകതരം സന്തോഷം. എന്താ കാര്യം? സന്തോഷമില്ലാതിരിക്കോടി. ഇതാ നമ്മളെ രേവതി ഇങ്ങോട്ട് വരുന്നുണ്ട്, അതിൻ്റെയാ. രേവതി ചേച്ചിയോ? ചുമ്മയല്ല അമ്മയ്ക്ക് ഇത്രയും സന്തോഷം. ചേച്ചിയെ കണ്ടിട്ട് എത്ര നാളായില്ലേ. പണ്ടങ്ങാനും കണ്ടതാ, ഇപ്പം ഇങ്ങോട്ട് വരക്കയില്ലേ. ഓക്കെ, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ടതാ. ഞാൻ നിന്റെ സങ്കടം തീർക്കാൻ ഇവിടെ വന്നു. പോരെ നിനക്ക്? അയ്യോ രേവതി ചേച്ചിയാ, സുഖമാണോ ചേച്ചി? എത്ര നാളായി കണ്ടിട്ട്. ആടി എനിക്ക് സുഖം തന്നെയാ. അമ്മേ എൻ്റെ മോളെ ഇവിടെ വന്നിരിക്കടി. നീ അങ്ങ് ക്ഷീണിച്ച് പോവല്ലോടി. എൻ്റെ മോൻ നിനക്കൊന്നും കഴിക്കാനൊന്നും തരുന്നില്ലേ? എൻ്റെ അമ്മ 1 മാസം മുന്നിലേ ഞാൻ വന്നത്. പിന്നെ അമ്മയുടെ മോൻ കഴിക്കാൻ തരുന്നതും തരാതിരിക്കുന്നതെന്നും പറയാതിരിക്കുന്നതാ ഭേദം. അതിന് നല്ലത്. ചേച്ചി അമ്മ ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെ. സെയിം ബോണ്ട് ഇതുവരെയ്ക്കും മാറിയിട്ടില്ല. അതെങ്ങനെയാടി മാറുന്നത്? എൻ്റെ മോളെക്കാട്ടും എൻ്റെ മക്കളെക്കാട്ടും എനിക്ക് സ്നേഹം എൻ്റെ ഈ മരുമോളോട് തന്നെയാണ്. ആകെ അങ്ങനെയുള്ള കുറച്ച് സന്തോഷങ്ങൾ മാത്രമേ എനിക്കുള്ളൂ. പിന്നെ എവിടെ പിള്ളേരൊക്കെ എവിടെ? കാണാനില്ലല്ലോടി. പിള്ളേരൊന്നും കണ്ടില്ലല്ലോ. പിള്ളേരും എല്ലാവരും അമ്പലത്തിൻ്റെ ചുറ്റുപാടൊക്കെ കാണും ചേച്ചി. എൻഗേജ്മെൻ്റൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റേതായ ഇതിൽ കാണും. രാധും ഏട്ടന്മാരും കൂടെ പോയിട്ടുണ്ട്. പിന്നെന്തായാലും ചേച്ചി എന്തായാലും എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. പിന്നെ എൻഗേജ്മെൻ്റൊക്കെ കൂടെ തന്നെ എന്തായാലും ഞാൻ വന്നേ. അതൊക്കെ കഴിഞ്ഞ് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻറ്റി, ഞാൻ എന്തായാലും ഒന്ന് അമ്പലത്തിൽ അങ്ങോട്ട് പോവുകയാണേ. അമ്മേനെ തിരക്കെങ്കിൽ ഞാൻ പോയിരിക്കുന്നെന്ന് പറയണേ. അയ്യോ മോനെ ദേവൂട്ടാ, നീയും പോവാണോ? അപ്പോൾ ഈ രാവിലെ ഉണ്ടാക്കിയ ആഹാരമൊക്കെ ആർക്ക് കൊടുക്കാനാ? ഒരു ചായയെങ്കിലും എടുത്ത് തരട്ടെ മക്കളെ, അതെങ്കിലും നീ കഴിച്ചിട്ട് പോവാൻ നോക്ക്. വേണ്ട ആൻറ്റി, എനിക്ക് ചായയൊന്നും വേണ്ട. ഞാനത് അവിടെ നിന്ന് കടയിൽ നിന്ന് കുടിച്ചോളാം. ഞാൻ എന്തായാലും പോവാ. അമ്മ വരുമ്പോൾ ഞാൻ പോവെന്ന് പറഞ്ഞേക്ക്. എടാ ദേവൂട്ടാ, നീ എന്താടാ ഒരു മൈൻഡില്ലാത്ത? നിൻ്റെ അമ്മായി കണ്ടിട്ട് മൈൻഡില്ലാതെ പോന്നേ. അമ്മായി ഇവിടെ ഉണ്ടായിരുന്നു. എപ്പോൾ വന്നേ? ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാൻ അമ്പലത്തിൽ അങ്ങോട്ട് പോവാം. അപ്പോൾ ഞാൻ പോയിട്ടൊക്കെ വന്നിട്ട് നമുക്കൊന്ന് അടിച്ച് പൊളിക്കാം. അമ്മാവനോടെ? അമ്മാവൻ വന്നില്ലേ? കാണാമല്ലോ. ഇല്ല അമ്മാവൻ വന്നിട്ടില്ല, വരും. പിന്നെ മോനെ നീ എവിടെ പോവാ? നീ കുറച്ച് നേരം ഇവിടെ ഇരിക്കുക, കുറേ സംസാരിക്കാനുണ്ട് അമ്മായിക്ക്. അതൊക്കെ സംസാരിക്കാം അമ്മായി. ഇനി കുറച്ച് അർജൻറ്റ് കാര്യം അമ്പലത്തിൽ തീർക്കാനുണ്ട്. എൻഗേജ്മെൻ്റൊക്കെ അല്ലേ ആൻറ്റി. ഞാൻ എന്തായാലും അങ്ങോട്ട് പോവാണ്. മോനെ ചെല്ല്, സൂക്ഷിച്ചു പോ. ചേച്ചിക്ക് എന്തായാലും ഞാൻ ഒരു ഗ്ലാസ് ചായ എടുക്കട്ടെ. വന്നതല്ലേ ഉള്ളൂ, ഒരു ചായ എടുത്തോണ്ട് വരട്ടെ ചേച്ചി? അല്ലടി എനിക്ക് വേണ്ട, ചായ എടുക്കണ്ട, ഞാൻ പിന്നെ കുടിച്ചോളാം. അമ്മ ഞാൻ ആ തോളിലോട്ട് പോവാണേ. താര ചേച്ചിയും അനു അവിടെ ഇരിക്കുക, ഞാൻ പോവാണേ. നീ എവിടെ പോകുന്നു? പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നോണം കേട്ടല്ലോ. അവരോടാണ് പറഞ്ഞ് നിൽക്കങ്ങ് പോവാ. ഇതാരടി നിൻ്റെ മോളാണോ? ചേച്ചി അവളെ കണ്ടിട്ടുണ്ടാവില്ല. ഇതെൻ്റെ ഇളയ മോള അദ്വിക. നമ്മളെ അനുവിൻ്റെ എച്ചൊക്കെ തന്നെയാണ് വരുന്നത്. കുഞ്ഞായിരുന്ന കോളേജ് കണ്ടതല്ലേ, അല്ലാണ്ടിട്ടില്ല. അദ്വിക എനിക്കറിയില്ല, കുഞ്ഞിലെ കണ്ടിട്ടുണ്ടെന്നോലും എനിക്ക് ഓർമ്മയില്ല. ഹായ് മോളെ, ഞാൻ രേവതി. ഹായ് ആൻറ്റി, ഞാൻ അദ്വിക. നമുക്ക് പിന്നെ കാണാമേ. അമ്മ ഞാൻ എന്തായാലും പോട്ടെ അമ്മ. അവർ കുറേ നേരം കൊണ്ട് എന്നൊന്ന് വിളിക്കുക. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. പോട്ടെ അമ്മ. പോയിട്ട് പെട്ടെന്ന് വാ, ഒരുപാട് താമസിക്കരുത് കേട്ടോ. ചെല്ല് കേട്ടോടി? കേട്ടു. ഇവളും അനുക്കെ ഒരേ സമയമല്ലേ ജനിച്ചത്? ആദ്യം അനുവാണല്ലേ ജനിച്ചതല്ലേ? ചേച്ചി അനുവാണ് ഫസ്റ്റ് ജനിച്ചത്. അപ്പം ഞാനുവിനെ കഴിഞ്ഞിട്ടാണ് ഇവള് ജനിച്ചത്. കുഞ്ഞിനെ ചേച്ചി കണ്ടിട്ടല്ലേ ഉള്ളൂ. ചേച്ചിക്കൊന്നും വേണ്ടെങ്കിൽ ഞാൻ എന്നാൽ അങ്ങോട്ട് കൂടെ അടുക്കളയിൽ. ചെല്ലുന്നേ, ഞാൻ പിന്നെ വിളിച്ചോളാം, പോക്കോ. എടി മോളെ നീ ഇങ്ങോട്ട് ഇരിക്കും, കുറച്ച് സംസാരിക്കാനുണ്ട് അമ്മയ്ക്ക്. എന്തോന്ന് സംസാരിക്കാം അമ്മേ?
നമ്മളോട് പറഞ്ഞ വാക്കെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ. ഹാ, എല്ലാം പോയി. എൻ്റെ പൊന്നു മോളെ, അമ്മയുടെ അവസ്ഥ അതായിപ്പോയി. നിനക്കറിയില്ലേടി, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നുമല്ല. അവനാ പിടിച്ച പിടിയാലെ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഒന്നും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഫസ്റ്റ് മരിച്ച എൻ്റെ ഭർത്താവിനെ അടിക്കണം. ഈ തറവാടും ഉള്ള പേരുടെ മുഴുവൻ ചെറുക്കിൻ്റെ പേരില്ല. എല്ലാം എഴുതി വെച്ചല്ലോ. നമുക്കായതൊന്ന് കുറച്ച് വസ്തുവുണ്ട്. അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നതിന് വേണ്ട. അമ്മയുടെ കിഴങ്ങുമ്പോൾ അതുകൊണ്ട് വിറ്റ് കള്ളും കുടിച്ചുള്ള പൈസ മുഴുവൻ തീർത്ത് ഇവിടെ കടത്തിൻ്റെ വക്കിലാണ് നിൽക്കുന്നത്. അറിയാലോ, ആ വീട് ജപ്തിക്കുന്നാൽ നോട്ടീസ് വന്നു. ഇതെല്ലാം കൊണ്ട് എവിടെ നിൽക്കും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഈ ചെറുക്കനെ കെട്ടി എങ്ങനെയെങ്കിലും ഈ സ്വത്തുക്കൾ കൈമാറി അങ്ങനെ ജീവിച്ച് പോകാമെന്ന് വിളിച്ചപ്പോൾ അത് ഒരിക്കലും നടക്കാത്ത പാടും. എങ്ങനെയെങ്കിലും അവൻ നമ്മളെ നിന്നെ കൊണ്ട് കെട്ടിച്ചേ പറ്റൂ അമ്മ. ഈ സ്വത്തുക്കളൊന്നും വെളിയിൽ പോകാൻ എനിക്ക് സമ്മതിക്കില്ല ഞാൻ. മോളെ, എനിക്കറിയാം എൻ്റെ മോന ഒരു കോന്തനായിപ്പോയി. എനിക്ക് നീ എൻ്റെ ചെറുമക്കളും കഴിഞ്ഞിട്ടേ ആരുള്ളൂ. നിനക്കറിയില്ലേ, എങ്ങനെയെങ്കിലും ആ ചെറുക്കനെ പറഞ്ഞ് സമ്മതിപ്പിക്കാം. അത് മുഴുവൻ അവളെ കൊണ്ട് കെട്ടിക്കാടി. നമ്മളെ മീനിനെ കൊണ്ട് കെട്ടിക്കാൻ നീ സമാനപ്പെടേ. നീ സമാനത്തോടെ ഇരിക്കുക മക്കളെ. പോയി നിന്റെ റൂമിൽ പോയി നിന്റെ മക്കളോടൊന്ന് സംസാരിച്ചിട്ടൊക്കെ. ശരി, അമ്മേനെ വിശ്വസിച്ചാണ് ഞാൻ പോകുന്നത്. എന്തായാലും ഞാൻ എൻ്റെ മക്കളെ പോയി ഒന്ന് കണ്ടിട്ട് വരട്ടെ. ചെല്ല്. ദൈവമേ, എന്തെങ്കിലും ഒരു വഴി നീ കാണിച്ചു തരണേ, അല്ലെങ്കിൽ ഇവളും എന്നെ അവിടെ നിന്ന് അടിച്ചിറക്കും. ഇതൊക്കെന്താ തലയ്ക്ക് സുഖമില്ലേ മനുഷ്യ? ആരെങ്കിലും കാണും. എന്തിനാണ് ഇങ്ങോട്ട് വിളിപ്പിച്ചേ? എടി, നീ ഇങ്ങനെ ടെൻസ്ഡ് ആവാതിരിക്കേ. ഞാൻ നിന്നെ കാണാനുള്ള കൊതി കൊണ്ട് പിടിച്ചതാ എൻ്റെ പൊന്നെ. നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത് എന്തിനാ? ഇവിടെ ചേട്ടൻ നോക്കിയല്ലോ വാവ ഇതിൻ്റെ വാരിയാണ് കേട്ടോ. ചേട്ടൻ ആരെങ്കിലും കണ്ട വീട്ടിൽ പോയി പറഞ്ഞു കൊടുത്ത് എന്ത് ചെയ്യും? നമുക്ക് അതിനെക്കുറിച്ചിട്ട് ബോധവുമില്ല. എടി, നമ്മളിപ്പോൾ പണ്ടത്തെ പോലെ പ്രണയ കർമ്മിതാക്കളല്ല. അങ്ങനെ എന്തോ ഇല്ലേ, നമ്മളിപ്പോൾ എൻഗേജ്ഡ് ആവാൻ പോവുകയല്ലേ. അപ്പോൾ ഇതൊക്കെ സർവ്വസാധാരണമാണ്. നിന്റെ ഏപ്പരാച്ച വീട്ടുകാർക്കാന്ന് അറിഞ്ഞോളന്ന് വെച്ച്. അതുകൊണ്ട് ഒന്നുമോൾ ചേട്ടൻ ചൂടോടൊരു ഉമ്മത നമുക്ക് പെണ്ണെ കളിക്കാതെ. ചൂടോടൊരു അടിയെ ചെവിക്കുറ്റിക്ക് തന്നാൽ മതിയോ? ഉമ്മ ആണോ നാണം ഉണ്ടാ? എൻ്റെ ഏട്ടനൊന്നുകൂടി ഇപ്പം നടക്കാൻ വന്നു, അല്ലെങ്കിൽ കാണാമായിരുന്നു. അവൻ ഇവിടെ സോളാണ്. ഞാൻ പറയാൻ വന്ന സമയത്ത് ആരും അവൻ പറഞ്ഞു എന്തായാലും ഇപ്പം നടക്കാൻ പോകണമല്ലോ, അതുപോലെ നിനക്ക് അല്ലെങ്കിൽ അവനെ കൊണ്ട് കെട്ടിക്കാം. നീ ഇങ്ങോട്ട് വന്നേ, ചുമ്മാ കളിക്കാതെ ഇങ്ങോട്ട് വാവണേ. കളിക്കാതെ എനിക്ക് പോകണം. എനിക്ക് പഠിക്കുന്ന നാണം കാണിക്കണേ. നാണിക്കാത്ത നീ എനിക്ക് എൻ്റെ അടുത്തോട്ട്. നിങ്ങൾക്ക് സത്യം തലയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? ആരെങ്കിലും ഒന്ന് വിട്ടിട്ട് പോയി എന്തുവാടി, നീ എന്ത് മൂരാച്ചിയാടി സത്യം. നീ കുറച്ച് റൊമാൻറ്റിക് ആവ്. കല്യാണം കഴിച്ചാൽ ഞാൻ പട്ടിണി ആവുമെന്നെങ്കിൽ നല്ല ഡൗട്ടുണ്ട് കേട്ടോ. കുറച്ച് റൊമാൻസ് ഒക്കെ കാണിക്കും എൻ്റെ പൊന്നെ. ഇപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? അനു എന്താടാ മൂത്തോട് നോക്കി പ്രാന്തി. കളഞ്ഞ് അൺറൊമാൻറ്റിക് മൂരാച്ചി കളഞ്ഞ്. എടി, കുറച്ച് റൊമാൻറ്റിക് ആവടി. എന്തുവാണ് ഇത് നീ ഇങ്ങനെ? സോറി. അനു, അയ്യോ അപ്പൊ ഇതാണ് ഇവിടെ പരിപാടി. അമ്പലത്തിൽ പോകണമെന്നും പറഞ്ഞിട്ട്. അയ്യോ, ഞാനൊന്നുമല്ല, ഒരു അബദ്ധം പറ്റിയത്. മണി എനിക്ക് ഇവളോട് ചോദിക്കാനുണ്ട്. എന്തുവാടി ഇത്? ഇതാണോ നീ വയലിൽ പോണെന്ന് പറഞ്ഞിറങ്ങി? അത് പിന്നെ കുക്കി ഇത് ഞാനല്ല ഉത്തരവാദി. നിന്റെ ചേട്ടൻ എന്നെ പ്രലോഭിപ്പിച്ചത്. ഞാനല്ല കുക്കി. ഞാനോ? ഇടി നുണച്ചി എൻ്റെ പൊന്നുമോളെ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാ. ഇവളാ മോളെ, ഞാനല്ലോ. കുക്കി അല്ല, നിനക്ക് വിശ്വാസം ഉണ്ടല്ലോ. നിന്റെ എന്നെ പ്രലോഭിപ്പിച്ച് ഞാൻ പോവാന്ന് പറഞ്ഞതാ. അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചു കുറച്ച്
അല്ലാണ്ട് അല്ലാണ്ട് ഞാനല്ല കുക്കി. നീ എന്നെ വിശ്വസിക്കടാ. ഞാനല്ല. ആ നേരത്തെ എന്തുവാ എന്നെ ചെവി അടിച്ച് പുഴണ്ടൂടെ കാലാക്കില്ല എന്നും പറഞ്ഞ്. എന്തായാലും ഇത് ഞാൻ ഈ വട്ടത്തേക്ക് ക്ഷമിച്ചു കേട്ടാടാ. ശരിക്കും താങ്ക് യു കക്കി. നീ എൻ്റെ സ്വത്താണ്, എൻ്റെ ചക്കര മുത്താണ്. സക്കരമുത്തക്കട നിൽക്കട്ടെ. ഇതിന് പകരമായിട്ട് എൻ്റെ പൊന്നു ചേട്ടൻ വരുമ്പോഴത്തേക്ക് ഒരു 5-6 ഡയറി മിൽക്ക് എനിക്ക് വാങ്ങിച്ചുകൊണ്ട് വരണം കേട്ടോ. അയ്യടാ ഡയറി മിൽക്ക്, പിന്നെ ഈ ഒരു കാര്യം ഡയറി മിൽക്ക് വാങ്ങിച്ചുകൊണ്ട് വരാൻ പോണു. ഓടി ഇറങ്ങി. അയ്യടാ എന്നാമോ മധുരമുള്ള ഡയറി മിൽക്ക് വാങ്ങിക്കൊണ്ട് വരണ്ട. ഈ കാര്യം ചൂടോടെ ചെന്ന് ഞാൻ അർണ സാറിനോട് പറഞ്ഞാൽ എന്തേ, ഞാൻ പറയണോ അതോ ഡയറി മിൽക്ക്? ഡയറി മിൽക്ക് വാങ്ങിച്ചുകൊണ്ട് വരാം. നീ എന്തിനാ പറയണേ? നിനക്കിവിടെ ഏട്ടനില്ലേടി, പിന്നെ നീ തൊട്ടയും പിടിച്ച് കയറിയത് നീ എന്തിനാ പോയി പറയുന്നത്? ഞാൻ വാങ്ങിച്ചോണ്ട് വരും, പിന്നില്ലാതാ. അങ്ങനെ വഴിക്ക് വാ കൊച്ചു കള്ളൻ. ഇതുപോലെ ഞാൻ പറയുന്നില്ല, ഇങ്ങനെ അനുസരിച്ചില്ലെങ്കിൽ സൂക്ഷിച്ചോ. ഇവിടെ കണ്ട കാര്യം ഒന്നും വിടാതെ ഞാൻ നേരെ സാറിൻ്റെ വായ. അയ്യോ എൻ്റെ പൊന്നു മോളയല്ലേ, അങ്ങനെ ഒന്നും വേണ്ട. എൻ്റെ പൊന്നു മോക്ക് എന്താണോ വേണ്ടത് അത് ഏട്ടൻ വാങ്ങിച്ചിട്ടില്ലേ, പിന്നെന്താ. എന്നാ നിനക്ക് കൊള്ളാം. അപ്പ അധിക നേരം ഇവിടെ കിടന്ന് കറങ്ങാണ്ട് പൊന്നുമോളെ അനു വരുന്നില്ലേ? ആടി ഞാൻ വരാം, നീ നടക്ക്, ഞാൻ വന്നോളാം. ഓഹോഹോഹോ അത് വേണ്ട, ഒത്തുപോവാ. പിന്നെ മോനെ അജ് കുഴപ്പമില്ല, നീ കണ്ടു വെക്കോ, ഒരു കുഴപ്പമില്ല. മെടുക്കെ എല്ലാം ഓർമ്മ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. അല്ലെങ്കിലാണ് ഇനി എന്താടി പറ, ഇനി എന്താ? ജാഗ്രത പറയണോ ഞാൻ? വേണ്ട, നീ കൊണ്ടുപോക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ല, പോരെ. എന്താ ഭയം എപ്പോഴും വേണം കേട്ടല്ലോ. പിന്നെ മോളെ അനു വാ അങ്ങോട്ട്, ചേച്ചിയോടെ വെയിറ്റ് തിരിക്കുക. ശരി പോവാം, നടക്ക് നീ അങ്ങോട്ട്. നടക്കാം മോനെ, നീ പോകുന്നില്ലേടാ? ഞാൻ പോകുന്നു. ഇപ്പോഴാണ് ഞാൻ ഓർത്ത് അവിടെ അമ്പലത്തിലോട്ട് അർണവ് ചെല്ലാൻ പറഞ്ഞു. ശരി എന്നാ ഞാൻ പോണേ, തെറ്റാ. അനുക്കുട്ടി അവൻ പോയി, വെള്ളം ഇറക്കാരാ, വാടി. സോറി, നടക്ക് പോവാ. എവിടെയായിരുന്നടി എപ്പരാഴ്ചകളെ നീയൊക്കെ? എപ്പോഴും ഇവിടെ വന്നിരിക്കുന്നറിയോ? എൻ്റെ പൊന്നേച്ചി എന്നോട് പറയാത്തതോ അങ്ങോട്ട് പറ, ഞാൻ കൈയോടെ കൊണ്ട് വന്നതാ. ഓഹോ, അപ്പം അതിൻ്റെ സങ്കടമാണോ കുഞ്ഞുമോളുടെ മുഖത്ത്? സൊള്ളാൻ പറ്റാത്തതിൻ്റെ? എടി പോ ജെയിംസ്, അങ്ങനെയൊന്നുമില്ല. ഞാനത് പോയതിനെ ചുമ കളിയാക്കാതെ. ചേച്ചിയുടെ കൈ എന്തുവാ അത് നോക്കട്ടെ. അത് വേറൊന്നുമല്ല കൊച്ചേ, മാങ്ങ. എനിക്ക് ഞാൻ മുറിച്ച് തരാം, വന്നിരിക്കും ഇങ്ങോട്ട്. മാങ്ങ ചേച്ചി ഒന്ന് പെട്ടെന്ന് മുറിക്ക്, കൺട്രോളില്ല എനിക്ക്, തിന്നാൻ തോന്നണം. എൻ്റെ പൊന്നു കൊച്ചി ഒന്ന് ചുമ്മാ ആയിരിക്കേ, പോയി വിടാതെ. അനു വായിക്കൂടെ വെള്ളം പോണടി, സത്യം കൊതിയാവണം എനിക്ക്. പിള്ളേരെ, നിങ്ങൾക്ക് തിന്നാൻ തന്നെ ഞാൻ ഉണ്ടാക്കുന്നേ. കൊതി വിട്ട് എൻ്റെ വയറുകൂടെ പെരിക്കും പിള്ളേർ. ഇതാ എങ്ങനെയുണ്ട്, ടേസ്റ്റ് ചെയ്ത് നോക്കൂ. എങ്ങനെ ഉണ്ടടി, ടേസ്റ്റ് ഉണ്ടാ? അടിപൊളി ചേച്ചി, എന്നാ ടേസ്റ്റ് അല്ലേ, എന്നാ എരിവല്ലേ ആടി, സൂപ്പർ ചേച്ചി. ചേച്ചി ഇത്രയും കൈപ്പുണ്യം ഉണ്ടായിരുന്നു. താങ്ക് യു. പോകണം അങ്ങോട്ട്. ചേച്ചി എന്നാടി? അതാരാ ചേച്ചി? വീട്ടിൽ വന്നിട്ടുണ്ട് ഒരു ആൻറ്റി, ബാഗൊക്കെ തൂക്കിക്കൊണ്ടാ വന്നേ. ബന്ധുവാണോ?
ഏതാണ്ടി? ആരടി? ആര് വന്നെന്താ? ഓ, അതെൻ്റെ പൊന്നേച്ചി, നമ്മളെ ഇടിവെട്ടമ്മായി. അവർ വന്നാലേ ഇവള് പറയുന്നത് രാവിലെ ഒരു ബാഗും തൂക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇടിവെട്ടമ്മായിയോ? അതാരാ താരേച്ചി? ഏ ഓ, അത് മോക്കറിയില്ലല്ലേ? പിന്നെ എന്തിനാ മൂത്ത ചേച്ചി? ചേച്ചി പറഞ്ഞുതരാമല്ലോ. അതാണ് നമ്മളെ വീട്ടിലെ 2 അതിഥികളില്ലേ, അവരെ തള്ള. ഏ മീനുൻ്റെ അമ്മയാണോ പറയുന്നത്? അതെ, മീനുൻ്റെ മിഥുൻ്റെ അമ്മ. അവരെക്കാട്ടി 2 മടങ്ങ് വശമുള്ള ആള്. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്ന ചെറുക്കൻ ഈ സ്വഭാവം കിട്ടിയത് അവരെ എടുത്തുനിന്നാണെന്ന്. അവനെ ജയിലിൽ അതെന്ത് സീനായിരുന്നു ചേച്ചി ജയിലിൽ പോയത്? ഓ അതോ, അത് നീ അറിഞ്ഞില്ലല്ലോ. അത് നമ്മുടെ ഇവിടെ പുതുതായിട്ട് പാലുകൊണ്ടുള്ള ഒരു പെങ്കൊച്ചുണ്ട്. ആ പെങ്കൊച്ചിനെ കയറി ഒരു ഒറ്റപ്പെടുത്ത നേരെ സ്റ്റേഷനിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇടിച്ച് പരിപ്പൊക്കെ ഇളക്കി. അങ്ങനെ ജയിലിൽ പോയതാ. ഏ പെണ്ണ് കേസിന് പോവോ ജയിലിൽ? പക്ഷെ അയാളെ കിട്ടാൻ നല്ല മാന്യനാണല്ലോ. എന്നോടും നല്ല കാര്യത്തിലാണ് സംസാരിക്കുന്നേ. എന്താ? എൻ്റെ പൊന്നു മോളെ കുക്കി, വേണ്ടാത്ത പണിക്കൊന്നും നിൽക്കണ്ട കേട്ടോ. അവനോട് മിണ്ടാതിരിക്കുന്ന നല്ലത്. ദേവേട്ടനെ വല്ല അറിഞ്ഞ. അതെ അതെ, അന്നത്തെ ആ വാമിയുടെ കാര്യം ഞാൻ മറന്നിട്ടേ ഇല്ല. വാമിയോ? അതാരാ ചേച്ചി? നിങ്ങൾ ഒന്ന് ക്ലിയർ ആക്കി പറയോ? ഓ എൻ്റെ പൊന്നു മോളെ, അത് വേറൊന്നുമില്ല. ഞങ്ങൾ പണ്ട് പഠിക്കുന്ന സമയത്ത്, അതായത് ദേവേട്ടന് 21 വയസ്സൊക്കെ ഉള്ള സമയത്ത്, ഞങ്ങളുടെ ഇവിടെ തറവാട്ടിൽ എല്ലാവരും ഒത്തായിരുന്നേ. തറവാട്ടിൽ പാല് കൊണ്ടൊരു പെങ്കൊച്ചു വരും, വാമിന്ന്. ഡെയിലി വരുമായിരുന്നു. ഒരു ദിവസം ഇവൻ കയറി ആ കൊച്ചിനെ കയറി പിടിച്ച്. അതാണ് ആ വലിയ സീനൊക്കെ ആയത്. അന്ന് ദേവേട്ടൻ്റെ കയ്യിൽ നിന്ന് ഇവൻ അടി വാങ്ങിച്ച് മെഴുവി. അതിനുശേഷം ഇവൻ ആരെയും വെച്ച് പേടിയുണ്ടെങ്കിൽ ദേവേട്ടന് മാത്രമേ ഉള്ളൂ. ദേവേട്ടൻ വീട്ടിൽ കയറണ്ടെന്നാ പറഞ്ഞേ. ഇപ്പം വന്ന് കയറി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അതെന്തെങ്കിലും കാരണം കാണും ചേച്ചി. അതെനിക്ക് ഇപ്പോഴും എൻ്റെ കണ്ണിൽ ഓർമ്മയുണ്ട്. ദേവേട്ടന് വാമെന്ന് വെച്ചാൽ ജീവനായിരുന്നു. ജീവനോ? അതെന്താ? ആ കൊച്ചിപ്പോൾ എവിടെ ചേച്ചി? ഓ വാമിയോ? ആ കൊച്ചിൻ്റെ അമ്മയൊക്കെ മരിച്ച സമയത്ത് അങ്ങ് വയനാട്ടിലോട്ട് മാറി. ആ കൊച്ചില്ലാത്തോണ്ടൊക്കെ ആയിരിക്കും ദേവേട്ടനും പിന്നെ ഇങ്ങോട്ടൊന്നും വരാത്തെ. അത്രയ്ക്ക് ഇഷ്ടമാണ് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തോന്ന് ചേച്ചി പറയുന്നേ? ചുമ്മാ ഇരിക്കട്ടെ, ചെറിയൊരു ടോസ് ഉണ്ടായിരിക്കും. ഓ അങ്ങനെ. തന്നെ. നല്ല കമ്പനിയാണ്. അവൾ ആരോടും അങ്ങനെ മിണ്ടാറില്ല. ആകെ മിണ്ടാൻ ദേവേട്ടൻ്റെ അടുത്താണ്. ഇനി അതാണ് എന്തോ ദേവേട്ടൻ പറഞ്ഞത്, ഒരു പെങ്കൊച്ചിനെങ്കിൽ ഏതെങ്കിലും പെങ്കൊച്ചിനെ കല്യാണം കഴിക്കാൻ തോന്നുമ്പോൾ അപ്പോഴേ കെട്ടോളെന്ന്. ഇനി വാമീനെ ഉദ്ദേശിച്ചായിരിക്കും ചേച്ചി പറഞ്ഞത്, അറിയാൻ പറ്റൂല. ചിലപ്പോൾ അവളായിരിക്കും. അവളോ? ഇനി അവളവല്ല ആയിരിക്കോ? അയ്യോ, എൻ്റെ പൊന്നേച്ചി, ഇതായി ഇവളിൻ്റെ ചേച്ചി ഇങ്ങനെ ഇരിക്കുന്നേ. കിളി പോയോ? ചുമ്മാ അരേടി, ഇത് ഏക്കും. ഇത് ഏറ്റാലെങ്കിലും അവർ സെറ്റാണെങ്കിൽ സെറ്റാവട്ടെ. അവൾക്ക് എന്തൊക്കെ ഇഷ്ടമൊക്കെ ഉണ്ട്. ജലസല്ലേ മോളെ, വേറെ ഒന്നും വേണ്ടല്ലോ. അയ്യോ, എനിക്ക് തിരി വന്നിട്ട് വയ്യ. ഉണ്ടാരും അവൾ പൊക്കും ഉണ്ടാരും. എന്തായാലും കുക്കി വാ, നമുക്ക് എന്തായാലും അമ്പലത്തിൻ്റെ അങ്ങോട്ടൊക്കെ പോയിട്ട് വരാം. വാ. ഇല്ല ചേച്ചി, ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വാ. എനിക്കെന്തോ വരാൻ ഒരു മൂടില്ല. ഞാൻ ഇവിടെ ഇരുന്നോളാം. വേണ്ട, നീ ഇവിടെ ഇരിക്കണ്ട. എന്നാ പിന്നെ തറവാടിലേക്ക് പോ, ഞാനും കൂടെ വരാം. ചെല്ല് നടക്കാം. വേണ്ട, നിങ്ങൾ പോക്കോ. എനിക്കിവിടെ നിന്ന് പോകാമെന്നുള്ളതല്ലേ ഉള്ളൂ. ചേച്ചി നിങ്ങൾ പോക്കോ, ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാം എന്തായാലും. തിരിച്ച് പോയാൽ മതി, അല്ലെങ്കിൽ അവരെല്ലാം അവിടെ അറിഞ്ഞ് എന്നെ പഞ്ഞക്കിടും. അനു, നീ കൂടെ പോകുന്നവളോടെ? ഇല്ല ചേച്ചി, അവിടെ എന്തായാലും പോകുന്നല്ലേ പറഞ്ഞേ. എന്നാലും നമ്മൾ പോവാം. കുക്കി, നമ്മൾ പോവാണേ. നിങ്ങൾ പൊക്കോ. ചെടി എവളെ കിളി പോയാ സീനാവൂടി സംസാരിച്ച് എനിക്ക് പേടിയാവുന്നു. ഓ എന്തൊരു പേടിയാവും ചേച്ചി. ഇങ്ങനെ ഇത് മനസ്സിലുള്ളത് വെളിയിൽ വരട്ടെ. ചേച്ചി നടാ, നമുക്ക് എന്തായാലും പോവാം. എന്നാലും ഇനി ആ വാമി ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടോ? ഇനി അവളെ ഒരു ഇങ്ങനെ സമാധാനവും പോയി മനുഷ്യൻ്റെ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യാൻ? വീട്ടിലോട്ട് തന്നെ പോവാം. അയാളുടെ തന്നെ പോയിട്ട് വീട്ടിലോട്ട് തന്നെ പോയി ചോദിക്കാം. നിക്ക് പോവാൻ വരട്ടെ എല്ലാവരും. ഒരു കാര്യം പറയുന്നുണ്ട്. കുക്കി, ഇതന്നെ പറഞ്ഞോ.
അതെ ഇത് കഴിഞ്ഞ വീട്ടിൽ ഓതറൈസ് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിരുന്നു. കുറേ പേര് നമ്മുടെ വീട് ഫാൻസ് ഉണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടി അങ്ങനെ നമ്മുടെ പിള്ളേർ ഇങ്ങനെ പറഞ്ഞു നമ്മുടെ വീട് ഫാൻസ് അങ്ങനെ അവർക്ക് വേണ്ടി ഞാൻ എന്താ ഹായ് പറയാനോട് പറഞ്ഞപ്പോൾ ഒന്ന് നമ്മുടെ ക്രിസ്റ്റീന, നിയ, നന്ദന. ക്രിസ്റ്റീനയ്ക്കും നിയയ്ക്കും നന്ദനയ്ക്കും എൻ്റെ പക്ക ഹായ്. ഇവിടെ അവസാനം കൊല്ലുകൊണ്ട് നമുക്ക് പോവാം. അപ്പൊ വേറൊരു കൊച്ചു നമ്മുടെ കുക്കിയിലൂടെ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് എൻ്റെ അടുത്തൊരു കൊച്ച് മാത്രം പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടെ ഹായ് കാണിക്കാൻ. അപ്പോൾ അമൃത ഹായ്. പിന്നെ മാക്കറീൻ്റെ അടുത്ത് എന്തൊക്കെ പറയാൻ പിള്ളേർ അയച്ചിട്ടുണ്ട്. പക്ഷേ മാക്കറി ഇന്നില്ല, അടുത്ത എപ്പിസോഡിൽ വരും. മാക്കറി ഇന്ന് ലീവാണ്. സോ എല്ലാവർക്കും നെക്സ്റ്റ് എപ്പിസോഡ് കാണാം അല്ലേ ചേട്ടായി? അതെ ബൈ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം.